നമ്മുടെ ആപ്പിൾ ഇവന്റ് ഈ വരുന്ന സെപ്റ്റംബർ 6-ാം തീയതി ഉറപ്പായും ഉണ്ടാവുമെന്നാണ് ഈ പറയുന്ന എല്ലാ ഹിന്റുകളും കൊണ്ടും നമ്മളെ ആപ്പിൾ അറിയിക്കുന്നത്. ഹായ് എവരിവൺ, ദിസ് ഈസ് എബിൻ ഫ്രം എവിക്ക. Hey Siri, everything you want to know about Apple. അങ്ങനെ ഈ വരുന്ന സെപ്റ്റംബർ 6-ാം തീയതി ഉറപ്പായിട്ടും നമുക്കൊരു ആപ്പിൾ ഇവന്റ് ഉണ്ടാവും. കാരണം അതിന് ആപ്പിൾ തന്നെ കുറച്ചധികം ഹിന്റുകൾ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആപ്പിൾ ഇവന്റ് എന്നാണെന്നും ആപ്പിൾ ഇവന്റിൽ വരുന്ന 3 മേജർ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്ട്സിൻ്റെ ലീക്സും റൂമേഴ്സുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കാരണം അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന സെപ്റ്റംബർ 6-ാം തീയതി വരുന്ന ആപ്പിൾ ഇവൻറ്റിൽ നടക്കാൻ പോകുന്നത്. ഒന്നാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്വന്തം ഐഫോണാണ്. രണ്ടാമത്തത് നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 8 ആൻഡ് 8 Pro. മൂന്നാമത്തതാണ് നമ്മുടെ ഐപാഡ്. നാലാമത്തത് ലീക്കാണ്, പക്ഷേ അതിന് വലിയ പ്രസക്തിയില്ല, എന്നാലും കേൾക്കുന്നുണ്ട് ഹോം പോഡിൻ്റെ ഒറിജിനൽ വെർഷനും കൂടെ നമുക്ക് റിലീസ് ആവുന്ന. ഒന്നാമത്തെ കാര്യമായ നമ്മുടെ ഐഫോണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഐഫോണിൻ്റെ ഒരു ഫുൾ ഫ്ലെഷ് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. അതിൽ കൊടുക്കാത്ത കുറച്ചധികം ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് സെയിം ഡിറ്റോ 13 തന്നെയായിരിക്കും ഈ പറയുന്ന 14ൻ്റെ ബേസ് മോഡൽ. അതായത് നമ്മുടെ 14 മാക്സും നമ്മുടെ ഐഫോൺ 13ൻ്റെ സെയിം ഡിറ്റോ ആയിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ പ്രോ മോഡൽസിലാണ് നമുക്ക് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. അതായത് നമ്മുടെ 48 മെഗാ പിക്സൽ നമ്മുടെ പ്രോ മോഡലിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഹോൾ പഞ്ച് ഡിസ്പ്ലേ അല്ലെങ്കിൽ പിൽ ഹോൾ ഡിസ്പ്ലേ നമ്മുടെ പ്രോ സീരീസിൽ മാത്രം വരുന്ന ഒരു ഫീച്ചറാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രോയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നതെന്നും പറഞ്ഞേക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഓരോ ഡിവൈസിനും നമുക്ക് ഓരോ പ്രൈസ് വേരിയൻറ്റും ചിലപ്പോൾ വന്നിട്ടുണ്ട്. കാരണം ബേസ് മോഡലിന് നേരത്തെ ഉണ്ടായ സെയിം പ്രൈസ് തന്നെയായിരിക്കും ഈ വട്ടം കൊടുക്കുന്നത്. പക്ഷേ പ്രോ മോഡൽസിന് $100 കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നീട് നമ്മുടെ ഐഫോൺ 14 ബേസ് മോഡലിൽ A15 ബയോണിക് ചിപ്പും അതേപോലെ പ്രോ മോഡലിൽ A16 ബയോണിക് ചിപ്പും ആയിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനത്തെ ഒരു തെണ്ടിത്തരം കാണിക്കില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ ലീക്സ് പറയുന്നത് നമ്മുടെ ഐഫോൺ 14 പ്രോ സീരീസിൽ 48 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സിങ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി പ്രോസസ്സ് ചെയ്യാനാണ് നമുക്ക് 48 മെഗാ പിക്സലിന് A16 ബയോണിക് ചിപ്പും നമ്മുടെ നോർമൽ ബേസ് വേരിയൻ്റായ 14 മാക്സിലും 12 മെഗാ പിക്സലും അതിന് A15 ബയോണിക് ചിപ്പും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഐഫോൺ 14 പ്രോൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ക്യാമറ ബമ്പ് കുറച്ചും കൂടെ വെൽഡാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ലൈനപ്പിൽ നോക്കുന്നതാണ് നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 8 എന്ന് പറയുന്നത്. സീരീസിൽ 2015 ഇത്രയും നാളായിട്ട് റിലീസ് ചെയ്തതിൽ ആദ്യമായിട്ടാണ് ആപ്പിൾ വാച്ചിൽ ഒരു പ്രോ എഡിഷൻ അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു പ്രോ എഡിഷൻ്റെ കാര്യങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ സാധാ ആപ്പിൾ വാച്ച് സീരീസ് 8ൻ്റെ കാര്യം പറയാം. ഇതിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഉണ്ടാവുന്നത് 45mm സ്ക്രീൻ തന്നെയായിരിക്കും. നമ്മുടെ ബോഡിയും ചാസിയൊക്കെ സെയിം ആണ്. ആ ഒരു കർവ്നെസ്, നമ്മുടെ ആ ഒരു വാച്ച് 7ൻ്റെ ആ ഒരു കർവ്നെസ് ആണ് ഈ പറഞ്ഞ 1mm എന്ന് പറയുന്നത്. അപ്പോൾ സെയിം ഡയാഗണൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആ ഒരു ഡിസ്പ്ലേ റേഷ്യോ ആയിരിക്കും ഈ പറയുന്ന നമ്മുടെ സീരീസിൻ്റെ 8 വാച്ചിലും വരുന്നത്. പക്ഷേ പുതിയൊരു സെൻസർ അവിടെ ആഡ് ചെയ്യാൻ പോകുന്നതാണ്, അല്ലെങ്കിൽ പുതിയ പ്രോ ഫീച്ചർ അല്ലെങ്കിൽ പുതിയ അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ടെമ്പറേച്ചർ സെൻസറാണ്. അതായത് നമ്മുടെ ശരീരത്ത് ചൂട് കൂടുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കൂടുതലാണ് ഒരു എന്താ പറയുക, ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ നമുക്ക് ഒരു ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഒരു വാർണിംഗ് തരുന്ന ഒരു സെൻസറാണ്. അല്ലാതെ നമുക്ക് പനി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പനി പിടിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ പനി പിടിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഇത് പനി വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ അത്രയും ടെക്നോളജി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലീക്സിൽ പറയുന്നത്
ബോഡി ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന ഒരു സെൻസർ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വുമൻസിൻ്റെ പീരിയഡ്സും അതായത് മെൻസ്ട്രൽ സൈക്കിളും അതേപോലെ ഫെർട്ടിലിറ്റിയും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ടും കൂടെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൂടെ ഈ പറഞ്ഞ സീരീസ് 8 വരുന്നുണ്ടാവും. പിന്നെ സീരീസ് 8 പ്രോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാച്ച് 8 പ്രോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ നേരെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന G-Shock എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമുക്കറിയാം കാസിയോടെ G-Shock എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറി പക്കാ റഗഡാണ്. ഈ ഒരു റഗഡ് പോലെ അല്ലെങ്കിൽ ആ റഗഡ് യൂസിന് വേണ്ടിയായിരിക്കും ആപ്പിൾ വാച്ച് 8 സീരീസ് പ്രോയും കൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് ബിഗർ ബാറ്ററി, അതേപോലെ അലൂമിനിയം അല്ല ടൈറ്റാനിയം ആണെന്നാണ് പറഞ്ഞത്. ടൈറ്റാനിയം ബോഡി, ചിലപ്പോൾ നമുക്ക് അലൂമിനിയം കണ്ടാലും മോസ്റ്റ്ലി ടൈറ്റാനിയം ബോഡി ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ നമ്മുടെ iPhone 12ലും 13ലും കാണുന്ന ആ ഒരു സെറാമിക് ഷീൽഡുള്ള ഡിസ്പ്ലേയും ആയിരിക്കും ഈ പറയുന്ന സീരീസ് 8 പ്രോ വാച്ചിന് കൊടുക്കാൻ പോകുന്നത്. കാരണം പക്ക റഗഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ഒരു വാച്ച് റിലീസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ പ്രൈസിലൊരു വ്യത്യാസം എന്താ അറിയുമോ? അവിടെ ഏകദേശം $1000 ആയിരിക്കും ഈ പറയുന്ന നമ്മുടെ വാച്ച് 8 സീരീസ് പ്രോയിന് വരുന്നത്. അതായത് നമ്മുടെ ഐഫോണും മാക്ബുക്കും അതേപോലെ വാച്ചിനും ഏകദേശം $1000 വില വരുന്ന ആ ഒരു വാച്ചിൻ്റെ പ്രൈസ് ലിസ്റ്റിലേക്ക് ഈ പറഞ്ഞ 8 സീരീസ് പ്രോ ജമ്പ് ചെയ്യും. പിന്നീട് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റാണ്, എല്ലാ കൊല്ലവും ആപ്പിൾ ഒരു ലോ കോസ്റ്റ് ഐപാഡ് റിലീസ് ചെയ്യും. ആ ഒരു ഐപാഡും ഈ ഒരു കൊല്ലം നമുക്ക് ഉണ്ടാകും. പക്ഷേ അതിൽ ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഇത്രയും നാൾ നമുക്ക് കിട്ടിയത് 10.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉള്ള സ്ക്രീനായിരുന്നു. പക്ഷേ ഇനി ഈ വട്ടം ഇറങ്ങുന്ന ആ ഒരു ഐപാഡിൽ നമുക്ക് 10.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരാമെന്ന്. അതേപോലെ തന്നെ 5Gയുടെ കേപ്പബിലിറ്റി നമുക്ക് വരും. അവിടെ ഒരു അടിപൊളി ഫീച്ചർ അല്ലെങ്കിൽ അടിപൊളി മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐപാഡിൻ്റെ ഇൻട്രൊഡക്ഷനോടെ ഐപാഡ് ലൈനപ്പ് ഇപ്പോഴുള്ള എല്ലാ ഐപാഡ് ലൈനപ്പും USB-C ആവാൻ പോവാണ്. ഇത്രയും നാൾ നമ്മുടെ ഈ പറയുന്ന ബേസ് വേരിയൻ്റായ ഐപാഡ് ലൈറ്റ്നിങ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഐപാഡ് വരുന്നതോടെ ഐപാഡ് ലൈനപ്പ് ഫുള്ളി USB-Cയിലേക്ക് ജമ്പ് ചെയ്യും. അതൊരു നല്ലൊരു മാറ്റം തന്നെയാണ്. പിന്നീട് കുറേ റൂമേഴ്സ് പറയുന്നു ഉണ്ടാകും, പക്ഷേ കുറേ അധികം ആൾക്കാർ പറയുന്നു ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ നാലാമത്തെ കാര്യമായ അല്ലെങ്കിൽ നാലാമത്തെ പ്രൊഡക്റ്റായ ഹോം പോഡ് ഒറിജിനൽ, നമ്മുടെ ആദ്യം പറഞ്ഞ ഹോം പോഡ് പൊതുവെ ആരും യൂസ് ചെയ്യാറുണ്ടായില്ല. അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഹോം പോഡ് മിനി എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു സ്മാർട്ട് ഹോം സ്പീക്കറിലേക്ക് ജമ്പ് ചെയ്ത്. പക്ഷേ ആപ്പിൾ പറയുന്നത് ഇനി തിരിച്ച് ആ ഒരു ഒറിജിനൽ ഹോം പോഡിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. അപ്പോൾ നമുക്ക് കാണാം എന്തായിരിക്കും ഈ പറയുന്ന ഹോം പോഡ് ഒറിജിനൽ അവർ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം, അതേപോലെ ആ ഒരു പ്രൊഡക്റ്റ് തിരിച്ചു വരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 6 തന്നെ ഈ പറഞ്ഞ ആപ്പിൾ ഇവൻ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ കാരണം. അതിന് ആപ്പിൾ തരുന്ന ഏറ്റവും വലിയ ഹിൻ്റാണ് iOS 16 ഡെവലപ്പർ ബീറ്റ 6 റിലീസ് ചെയ്തപ്പോൾ ആ ഒരു ബേറ്റയുടെ ആ ഒരു ബിൽ നമ്പറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ആൽഫബറ്റ് B കണ്ടോ, ഈ ആൽഫബറ്റ് B A ആവും. അതിനുശേഷം നമുക്ക് റിലീസ് കാൻഡിഡേറ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ജെനുവിൻ അല്ലെങ്കിൽ പബ്ലിക് വേർഷൻസ് ഓഫ് ഒഫീഷ്യൽ iOS 16 റിലീസ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ ട്യൂസ്ഡേ അതായത് 16th ആയിട്ടുണ്ട്. 16th തന്നെ നമുക്ക് ഡെവലപ്പർ ബീറ്റ 6 കിട്ടി. നമുക്ക് വീക്കിലി അപ്ഡേഷൻസ് ആണ് ആപ്പിൾ തരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത അപ്ഡേഷൻ അല്ലെങ്കിൽ അടുത്ത ബേറ്റ കിട്ടും. ആ ഒരു ബേറ്റയിൽ മിക്കവാറും ബിൽ നമ്പർ A ആവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് റിലീസ് കാൻഡിഡേറ്റും കൂടി തന്ന് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു ഇവൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ ഈ ഒരു മാസം അവസാനം തന്നെ നമുക്ക് ലഭിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഐഫോണിൻ്റെ ഈ പറയുന്ന മെയിൻ ഇവൻ്റ് അതായത് സെപ്റ്റംബർ മെയിൻ ഇവൻറ്റ് നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ 6 എല്ലാ ലീക്സും റൂമേഴ്സും പറയുന്നത് ഉൾപ്പെടെ ഞാനും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം 95% നമുക്ക് ഉറപ്പായിട്ടാണ് പറയുന്നത്. ചെറിയ ഒരു മാറ്റം ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ആപ്പിളാണ് ഒബ്വിയസ്ലി മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ പറയുന്ന 95% ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 6 എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ ഇവൻറ്റ് സെപ്റ്റംബർ 6 എല്ലാ ഡീറ്റെയിൽസും ഫുൾ ഫ്ലെഡ്ജ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോവാതെ കാണുകയും ചെയ്യും. ആൻഡ് ഞാൻ നിങ്ങളെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി കാര്യം പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും ന്യൂസും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും ഇതേപോലെ അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് Evin Xavier signing from Evica.